Hello friends, welcome to SAT, Sundays Tuition Center, Madathumbadi and Puthumbellikara. Please subscribe to our YouTube channel for new updated videos and also visit sundaystuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള SLC Physics Chapter 3, Electromagnetic Induction, വൈദ്യുതകാന്തിക പ്രേരണം, Part 3, What is EMI, Electromagnetic Induction. Please visit Part 1 to 2 before watching this video. നിങ്ങൾ Part 1 മുതൽ 2 വരെയുള്ള കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. സോ ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് വിസിറ്റ് പാർട്ട് 2 ആൻഡ് പാർട്ട് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ട്യൂഷൻ സെൻ്റർ ആണ്. ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. സോ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. സെൻ്റർ ട്യൂഷൻ സെൻ്റർ പുത്തുമ്പലിക്കര. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ദിസ് വീഡിയോസ്. ഓക്കെ, Michael Faraday was a 19th century English scientist who is credited with many great discoveries in the realm of physics and chemistry, especially on the relationship between current and magnet and electrochemistry. മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതി കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിനെയാണ് നമ്മൾ വൈദ്യുതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഔപചാരികമായിട്ടുള്ള നിങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ സ്കൂളിൽ, കോളേജിൽ അങ്ങനെ ലെവലിലൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഹീസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, വളരെ ജീനിയസ് ആണ്. അദ്ദേഹം കറന്റും മാഗ്നറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചത്. അദ്ദേഹമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വേറെ ആളും കൂടി ഉണ്ട്, എങ്കിലും അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, current is the flow of electrons from one place to another and is how electricity is carried. So before going to this chapter, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് കറണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സപ്പോസ് ഒരു മൊബൈൽ നിങ്ങളെടുത്തു, അത് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാർജറുമായിട്ട് കണക്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ഒഴുകി മൊബൈലിലേക്ക് വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചാർജ് ഒഴുകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറണ്ട് എന്ന് വിളിക്കുന്നത്. വെനെവർ ദ ചാർജ് ഫ്ലോയിങ് ഇറ്റ് ഈസ് കറണ്ട്. ഇറ്റ് മേ ബി പോസിറ്റീവ് ചാർജ് ഓർ നെഗറ്റീവ് ചാർജ്, ബട്ട് പോസിറ്റീവ് ചാർജ് സ്റ്റേഷനറി, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് എന്താണ്, കറണ്ട് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺസിന്. ഇലക്ട്രോണിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഈ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ വരയ്ക്കുന്നത് മനസ്സിലാവുന്നില്ല, നിങ്ങൾ വീഡിയോ 2 സെക്കൻഡ് പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അകത്തേക്കാണ്, നെഗറ്റീവ് ചാർജിൻ്റെ ഉള്ളിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കറണ്ടായി. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ്, ഈ ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ വേറൊരു ഫീൽഡും കൂടി അതിൻ്റെ കൂടെ വരും. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. ഓക്കെ, അതൊരു ബേസിക് ഐഡിയ ആണ്, അത് മനസ്സിൽ വെച്ചോളൂ. നോക്കൂ, ഇവിടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതാണ് ഈ റെഡ് ആരോ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു. ഇതിന് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഈ വയറിന് ചുറ്റും ഒരു വളയം കണ്ടോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇതിപ്പോൾ ഇതെന്തെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും സാർ? ഇവിടെ നിങ്ങളൊരു കാന്തസൂചി കൊണ്ടുവന്ന് വയ്ക്കുക. കാന്തസൂചി നോർത്ത് സൗത്ത് പോലുള്ള നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ്, വെൻ കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ്. നമുക്ക് എങ്ങനെ മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്? ഈ കാന്തസൂചി ഇങ്ങനെ എന്താണ് ഒരു സൈഡിലേക്ക് നീങ്ങും. ഓക്കെ, കാന്തസൂചി എവിടെ നീങ്ങുള്ളൂ? കാന്തിക മണ്ഡലത്തിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമേ നീങ്ങുള്ളൂ. പക്ഷെ വെറുതെ ഒരു വയറിലൂടെ കറന്റ് വിട്ടപ്പോൾ ആ വയറിന്റെ അടുത്ത് വെച്ചിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സൈഡിലേക്ക് നീങ്ങി. അതിന്റെ അർത്ഥം ആ വയറിന് ചുറ്റും എന്തുണ്ടാവുന്നതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതാണ്. കിട്ടിയോ? ദാറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ 2 sides ഓഫ് എ കോയിൻ. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കറന്റ് ആർ നോൺ ടു ക്രിയേറ്റ് ദിയർ ഓൺ മാഗ്നറ്റിക് ഫീൽഡ്. കറന്റ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തമായിട്ട് അവിടെ ചുറ്റും എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ദിസ്. ഇവിടെ നോക്കൂ, ഇവിടെ കറന്റിനെ നമുക്ക് ഈ റെഡ് ആയിട്ട് സങ്കല്പിക്കാം. കറന്റ് ഇങ്ങനെ പോണത്. ക്ലിയർ? കറന്റ് പോണോ, കറന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, കറന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 3 dimensional കണ്ടോ, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആളാണ് ആര്, കിട്ടിയോ? ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കൂ. ഈ റെഡ് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ അറ്റ് ദ സെയിം ടൈം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ?
Okay. So these two things, അതായത് magnetic field and electric fields, are mutually perpendicular. Okay. Electricity and magnetism are interrelated. Moving charges or electric current produces magnetic field that can deflect magnetic compasses needle. നമ്മൾ നേരത്തെ കണ്ടു. Okay. A question arises, അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ can moving magnetic field produce electricity? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ പറഞ്ഞു കറണ്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ജനറേറ്റഡ്, ഇറ്റ് ഈസ് ഒബ്സർവബിൾ. നമുക്ക് എന്താണ് മാഗ്നറ്റിക് നീഡിലൊക്കെ ഉപയോഗിച്ച് കണ്ടെത്തി. ആൻഡ് ദ റിവേഴ്സ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് there any current? It produces current? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് മൈക്കൽ ഫാരഡേ ഒക്കെ ശ്രമിച്ചത്. യെസ്, and it was first showed by British scientist Michael Faraday in 1931, who after performing various experiments found that moving magnetic field can give rise to the EMF. Moving magnetic field can give rise to the EMF. Now a new term is generated here, is EMF. What is EMF? Electromotive force. Sir, എന്താണ് EMF എന്ന് പറയുന്നത്? ആദ്യം ഇ എം എഫിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മുന്നേ വോൾട്ടേജ് എന്താണെന്ന് അറിയണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് അറിയണം. നോക്കിക്കോളൂ, സപ്പോസ് എ പോസിറ്റീവ് ചാർജ് ഇസ് ഹിയർ, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിൻ്റെ ഔട്ടർ വേർഡ്സ് ആണ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഔട്ടർ വേർഡ്സ് ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാവുന്ന ലെവലിലാണ് പറയുന്നത് കേട്ടോ. 10th ലെവലിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു വിചാരിക്കും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻ? രണ്ടുപേരും ഒരേ ചാർജാണ്. അപ്പോൾ ഈ ചാർജ് ഈ വരുന്ന ചാർജിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ഇറ്റ് റിജക്റ്റ് അല്ലേ, റിപ്പൽ ചെയ്ത് അകന്നു പോകും. പക്ഷെ എനിക്ക് ഇവിടെ തന്നെ ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ നിർത്തണം. സോ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഫോഴ്സ് പ്രയോഗിക്കണം, ബലം പ്രയോഗിച്ച് ഇതിനിവിടെ കൊണ്ട് നിർത്തണം. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്തി. സോ ഞാൻ അതിന് വേണ്ടി ഒരു വർക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? വർക്ക്. എന്താണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പ്രയോഗിക്കുന്ന ബലം ഇൻറ്റു ആ പോസിറ്റീവ് ചാർജ് നീങ്ങിയ അത്രയും ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ഞാനിവിടെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു വർക്ക് ചെയ്തു. ഓക്കെ, അത്രയും വർക്ക് ചെയ്യേണ്ട എനിക്ക് അതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാം. ദിസ് ഇസ് ദ പോയിന്റ് ബി. ക്ലിയർ? ഇപ്പോൾ ഇവിടെ വർക്ക് കുറവാണ്, ഇവിടെ ഇച്ചിരി വർക്ക് കൂടുതൽ ചെയ്യണം. കാരണം ഇത് ഇവിടെ വളരെ ശക്തി കൂടുതലാണ് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത്, അതുകൊണ്ട് കൂടുതൽ വർക്ക് ഞാൻ ചെയ്യണം. നേരെ മറിച്ച് ഈ പോർഷൻ കണ്ടോ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വലുതായി പോകുന്നുണ്ടോ. അപ്പോൾ ഇവിടെ അത്ര അധികം ശക്തി ഇല്ലാത്തതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എയിൽ കൊണ്ടുവരുന്ന അത്രയും ശക്തി വേണ്ട. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കുറവാണ്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് 2. ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ദാറ്റ് ഈസ് V1. പൊട്ടൻഷ്യൽ സാർ ഉദ്ദേശിച്ചത് ആ വർക്ക് ചെയ്യേണ്ട അളവിനെയാണ്. ഇവിടെ പൊട്ടൻഷ്യൽ വർക്ക് എനർജി കൂടുതൽ പ്രയോഗിക്കണം, ഇവിടെ കൊണ്ടുവരാൻ കുറച്ച് മതി. ഓക്കെ, ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ച് ബിയിലെത്തിച്ച്. ഓക്കെ, ക്ലിയർ? സപ്പോസ് ബി വരെ വരാൻ എനിക്ക് 10 പൊട്ടൻഷ്യൽ മതി. ക്ലിയർ? പക്ഷേ ഇവിടെ നിന്ന് നേരിട്ട് എയിലേക്ക് വരാനാണെങ്കിൽ എനിക്ക് 25 പൊട്ടൻഷ്യൽ വേണം. അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് തളർന്നു, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു, ബിയിലെത്തിച്ചു. ക്ലിയർ? ഓക്കെ, ഇനി ബിയിൽ നിന്നും എയിലേക്ക് എത്താനോ? ബിയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ 10 നഷ്ടപ്പെട്ടു. ഇനി എത്ര മതി എനിക്ക്? വെറും 15 മതി. ക്ലിയർ ആണോ? മനസ്സിലായോ? സിമ്പിളായിട്ട് പറയാണ്. ഇപ്പോൾ നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, ബി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു കൃഷി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് കുറച്ച് പച്ചക്കായ നിങ്ങൾ പൊക്കിയെടുത്ത് ബി കൊണ്ടുവരാൻ 10 കിലോമീറ്റർ പോകണം. അല്ല, നേരിട്ട് എയിലേക്ക് എത്താണെങ്കിൽ 25 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ബിയിലെത്തി. ഓക്കെ, 10 കിലോമീറ്റർ. പിന്നത്തെ ദിവസം നിങ്ങൾക്ക് വീണ്ടും 25 സഞ്ചരിക്കണോ? വേണ്ടല്ലോ, 15 പോയാൽ പോരെ? മതി. കിട്ടിയോ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ 25ൽ നിന്ന് ഈ 10 കുറച്ചാൽ നമുക്കത് കിട്ടും. കിട്ടിയോ? അതായത് ഈ V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 15. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നോക്കൂ, അപ്പോൾ ഒരു പാത്രമാണ്, ആ പാത്രത്തിൽ നിറച്ച് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. വേറൊരു പാത്രമുണ്ട്, അത്രയും തന്നെ വലിപ്പമുണ്ട്, അതിനകത്ത് വെള്ളമില്ല. നമ്മളിവിടെ നിന്ന് ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെ തുറന്ന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻഡ്? ഈ വെള്ളം മുഴുവൻ ഒഴുകി ഇതിനകത്തേക്ക് വീഴും.
അതിന് കാരണം ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഹൈ എനർജിയാണ്. ഇവിടെ പൊട്ടൻഷ്യൽ കുറവാണ്, ലോ എനർജിയാണ്. അപ്പോൾ ഈ ഹൈ എനർജിയും ലോ എനർജിയും പൊട്ടൻഷ്യലുള്ള വ്യത്യാസം മൂലം ഇവിടുന്ന് ഒഴുകി ഇങ്ങോട്ട് വരും. ക്ലിയർ? ഇതുപോലെ നമ്മളൊരു ബാറ്ററി വാങ്ങിച്ചു കടയിൽ പോയി. ഇപ്പോൾ ബാറ്ററിയിൽ എഴുതി വെച്ചേക്കുന്നത് 1.5 വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ബാറ്ററിയുടെ സപ്പോസ് ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. ബാറ്ററിയുടെ ഈ അറ്റത്ത് ഒരു 4.5, വെറുതെ പറയാണ് 4.5, ഈ അറ്റത്ത് ഒരു 3. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 4.5, ഇവിടുത്തെ പൊട്ടൻഷ്യലോ 3. ക്ലിയർ? അപ്പോൾ ഇവർ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് 1.5. അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ബൾബായിട്ട് കണക്ട് ചെയ്ത വാട്ട് ഹാപ്പൻഡ് ഈസ് ഈ 4.5ൽ നിന്നും കൂടുതലുള്ള പൊട്ടൻഷ്യലിൽ നിന്നും ചാർജുകൾ ഇതിലൂടെ കടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഈ 3 എന്നുള്ളത് 3.5 ആയി വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 4 ആവും. ക്ലിയർ? അതായത് ഇവിടുന്ന് 4.5ൽ നിന്നും ഒരു 0.5 3യിലേക്ക് എത്തി. അപ്പോൾ അത് 3.5 ആയി. ഇവിടെ 4 ആയി, ഇവിടെ 3.5 ആയി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ഡിഫറൻസ് എത്രയാ? വെറും 0.5ന്റെ ഡിഫറൻസ്. അത് ബാറ്ററി ഫീസ് ആയി തുടങ്ങി. ഇനി ഇതും കൂടി വന്നു കഴിഞ്ഞ് ഇവിടെ 3.75 ആൻഡ് ഹിയർ 3.75, രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് ഇനി കറണ്ട് ഒഴുകില്ല, ഇനി ചാർജ് ഒഴുകില്ല. കാരണം ഒഴുകേണ്ട ആവശ്യമില്ല, രണ്ട് സ്ഥലത്തും ഈക്വലായി. ക്ലിയർ ആയോ? അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ടാങ്കിൻ്റെ കേസിൽ 2 വാട്ടർ ടാങ്ക് നമ്മൾ പറഞ്ഞു, രണ്ടും ഒരേ വലിപ്പം. ഒരെണ്ണത്തിൽ ഫുള്ള് വാട്ടർ ഉണ്ട്, ഒരെണ്ണത്തിൽ ഒട്ടുമില്ല. നമ്മളിങ്ങനെ നടുവിൽ വെച്ചിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു തുളയിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി വരും. എത്ര നേരം വരെ ഒഴുകും? ഇവർ രണ്ടുപേരും ഈക്വൽ ആവുന്നത് വരെ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഈക്വൽ ആവുന്ന പൊസിഷൻ വരെ. അല്ലാണ്ട് ഇതിങ്ങനെ അറിയില്ല. പിന്നെ അതിൻ്റെ അർത്ഥം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് എന്താ? അതായത് ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് എന്താണ് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എന്തും ഒഴുകുള്ളൂ. അത് വെള്ളമാണെങ്കിലും എന്താണെങ്കിലും കറണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ വേണം, എന്നാൽ മാത്രമേ കറണ്ട് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഒഴുകുകയുള്ളൂ. കിട്ടിയോ? ലിസൺ, നമ്മളിപ്പോൾ ഒരു ബാറ്ററി വാങ്ങിച്ചു വെച്ചു, എന്നിട്ട് നമ്മളൊരു ബൾബിലായിട്ട് ഇത് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ് എ ബാറ്ററിയുടെ, ഇതാണ് പോയിന്റ് ബി ബാറ്ററിയുടെ. ഈ എയിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജ് കറങ്ങി ഇവിടം വരെ എത്തിക്കാൻ എടുക്കുന്നതാണ് പൊട്ടൻഷ്യൽ. ഇവിടെ നിന്നൊരു പോസിറ്റീവ് ചാർജിനെ എടുത്ത് ഇവിടെ എത്തിക്കാൻ എടുക്കുന്നതാണ് ഒരു പൊട്ടൻഷ്യൽ. സപ്പോസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് V1. കിട്ടിയോ? ഓക്കെ. ആൻഡ് ഇവിടെ എയുടെ പൊട്ടൻഷ്യൽ ഇവിടെ എന്താണ്? V2. ദെൻ ഈ V1 V2 തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, അതാണ് ഈ ബാറ്ററിയിൽ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ. സപ്പോസ് ഇറ്റ് ഈസ് 1.5 V. ഇതിൻ്റെ മീനിങ് ഇവിടെ നിന്നും ഈ അറ്റത്ത് നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഇതിലൂടെ കറങ്ങി അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലൂടെ കറങ്ങി എത്തി ഇവിടെത്താൻ, നെഗറ്റീവ് ചാർജ് കറങ്ങി ഇവിടെത്താൻ എന്തോരം വർക്ക് നടത്തണോ അതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആണോ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ ഈ സ്ഥലത്തു നിന്നും ഈ സ്ഥലത്തേക്ക് വൈദ്യുതി ഒഴുകില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ എ പോയിന്റ് ഈസ് ഹിയർ. സപ്പോസ് ഇറ്റ് ഈസ് സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും എയിൽ നിന്നും ഇവിടെ എത്താൻ വേറൊരു പൊട്ടൻഷ്യൽ അല്ലേ? കുറച്ച് മതിയാവും. സപ്പോസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് V3. there is a difference between this side and this side. ക്ലിയർ? ഇവിടെ നിന്നും ഇവിടെ എത്താൻ കുറച്ച് മതി. അപ്പോൾ ഈ പോയിന്റും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സിമിലാർലി ഈ പോയിന്റ് സിയും ബിയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് വൺ ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. എന്നാൽ ബാറ്ററിയുടെ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ളതും എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെ. ക്ലിയർ? ഇനി വളരെ ശ്രദ്ധിക്കണം പറയുന്നത്, ബാറ്ററിയുടെ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് EMF. മനസ്സിലായോ? അതില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും ഒഴുകില്ല. കിട്ടിയോ? ഇനി നമുക്ക് ഈ വയറിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കിട്ടിയോ? അപ്പോൾ EMF എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ അത് ബാറ്ററിയുടെ രണ്ട് എൻഡുകൾ തമ്മിലാണ്. അല്ലെങ്കിൽ ഏതാണോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്
അതിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? EMF എന്ന് പറയാം. അപ്പോൾ EMF ഇല്ലാണ്ട് കറണ്ട് ഒഴുകോ? ഇല്ല. EMF ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഒഴുകുള്ളൂ. എന്താണ് EMF? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. മനസ്സിലായോ? ഇറ്റ്സ് വെരി important to understand the concept. Potential difference and EMF are two things, but they are exactly same. രണ്ടും സെയിം ആണ്. ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പാർക്കിലൊക്കെ പോയി കുട്ടികളെയൊക്കെ എന്താണ് പാർക്കിൽ നിന്ന് ഇങ്ങനെ ഇഴുകിക്കാറുണ്ട്. ഇങ്ങനെ ഇഴുകുന്നൊരു സാധനമുണ്ടേ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പടി ഉണ്ടാവും കയറാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ അമ്മച്ചൊക്കെ നിങ്ങളെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് വിടും. അപ്പം നിങ്ങൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒഴുകും. ഇങ്ങനെ പോകും അല്ലേ? ഇവിടം വരെ എത്തിക്കാനേ എനർജി ഉള്ളൂ. വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഒഴുകിപ്പോക്കോളൂ. പക്ഷെ ആ ഒഴുകണമെങ്കിൽ ഇവിടം വരെ ഒരാൾ എത്തിക്കണ്ടേ? അതാണ് ആര്? EMF. കറണ്ട് ഒഴുകാൻ സഹായമാവുന്ന ഒരു സ്റ്റാർട്ടപ്പ് അതാരാണ്? EMF ആണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഴ്സിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ എന്ത് വേണം? എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് നെസസറി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആൻഡ് ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഈസ് വോൾട്ട്. ഓക്കെ. അപ്പോൾ നമ്മളിതിന്റെ വോൾട്ടേജും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ EMF എന്ന് പറയുന്നത് അതാണ്. ഇനി ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. British scientist Michael Faraday in 1931, who after performing various experiments found that moving magnetic field can give rise to the EMF. EMF ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. EMF ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ആര് പോവും? കറന്റ് പോവും. കിട്ടിയോ? ചാർജ് പോവും. ദാറ്റ് ഈസ് വെൻ ചാർജ് മൂവ് ഇറ്റ് ഈസ് കറന്റ്. ക്ലിയർ? കറന്റ്. അപ്പോൾ EMF ആദ്യം ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് EMF. പ്രേരിത EMF എന്ന് നമ്മൾ പറയും. പിന്നീട് ആ EMF മുഖേന ചാർജ് ഒഴുകുന്നു. അതിനെയാണ് കറന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് കറന്റ്. മനസ്സിലായോ? കിട്ടിയോ? ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ. സോ ബിഫോർ ഗോയിങ് ത്രൂ ദിസ് ചാപ്റ്റർ, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് EMF മീൻസ്. ക്ലിയർ? ഓക്കെ. Independently, the effect was discovered by Joseph Henry in USA at about the same time. ഈ സമയത്ത് തന്നെ അമേരിക്കയിലെ ജോസഫ് ഹെൻറിയും സെയിം എക്സ്പെരിമെന്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വളരെ അത്ഭുതകരമായ ഒരു കാര്യം. ഓക്കെ. സോ നൗ യു നോ ദാറ്റ് വാട്ട് ഈസ് EMF, വാട്ട് ഈസ് വോൾട്ടേജ്, വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഓൾ അതർ തിങ്സ്. പ്ലീസ് വിസിറ്റ് പാർട്ട് 4, continuation of this part 3 to understand Faraday's experiment and what is electromagnetic induction really means. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.